പട്ടികവർഗ മണ്ഡലമായ മാനന്തവാടിയുടെ ചരിത്രമാണ് നാം കണ്ടത്. ഇനി ഇത്തവണത്തെ മത്സരത്തിലേക്ക് കളിക്കണം. കോൺഗ്രസിൻ്റെ PK ജയലക്ഷ്മി തന്നെയാണ് ഇത്തവണയും ഇവിടെ രംഗത്ത്. കഴിഞ്ഞ തവണ ആരും അറിയാത്ത പഞ്ചായത്ത് അംഗം മാത്രമായിരുന്നെങ്കിൽ ഇത്തവണ സംസ്ഥാനം അറിയുന്ന മന്ത്രിയായിട്ടാണ് ജയലക്ഷ്മിയുടെ മത്സരം. അതും അഴിമതിയുടെ കറപിറളാത്ത മന്ത്രി. CPM ഏരിയ കമ്മിറ്റി അംഗം OR കേളുവാണ് എതിരാളി. മാനന്തവാടി മണ്ഡലത്തിൽ മാത്രം മന്ത്രി ജയലക്ഷ്മി 862 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് അവകാശപ്പെടുന്നു. എന്നാൽ സ്വന്തക്കാർക്കും ബന്ധുക്കൾക്കും ചില സമുദായാംഗങ്ങൾക്കും മാത്രമായി വികസനം ഒതുക്കി എന്നാണ് ആരോപണം. ആദിവാസികളുടെ ഇടയിൽ ഒരു മന്ത്രി, ട്രൈബ് മന്ത്രി ഉണ്ടായി. അപ്പോൾ അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ ആദിവാസികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവും എന്നുള്ളൊരു പ്രതീക്ഷ മൊത്തത്തിൽ എല്ലാവർക്കും ഉണ്ടായിരുന്നു. നന്നായിട്ട് അങ്ങനെയുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഈ മുത്തങ്ങ സമരത്തിൻ്റെ കുറച്ച് കാര്യങ്ങളിൽ, നിൽപ്പ് സമരത്തിലൊരു തീരുമാനം എടുക്കുന്നതിൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ 1-2 കാര്യങ്ങളിലൊക്കെ മന്ത്രിയുടെ ഒരു ഇടപെടൽ, ഷെഡ്യൂൾ ഏരിയ പോലുള്ള സംഭവം വരുത്തുന്നതിനുള്ള റിപ്പോർട്ട് കൊടുക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ഇടപെടൽ നടന്നിട്ടുണ്ടെങ്കിലും മറ്റു രീതിയിൽ നോക്കുമ്പോൾ അത് ആളുകളുടെ ഇടയിൽ കാര്യമായിട്ടുള്ള ഒരു ഇത് വന്നിട്ടില്ല എന്ന് മാത്രമല്ല, അതിൽ കുറച്ചും കൂടെ മന്ത്രി ഒരു സ്വയജാതി എന്നുള്ള രീതിയിലേക്ക് ഒതുങ്ങി കാര്യങ്ങൾ ചെയ്ത പോലെ ഞങ്ങൾക്കൊരു തോന്നലല്ല, അത് യാഥാർത്ഥ്യമാണ്. ശരി, മണ്ഡലത്തിൽ ആകെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയെന്ന അഭിമാനത്തോടെയാണ് മന്ത്രി എന്ന നിലയിൽ ജയലക്ഷ്മി മത്സരത്തിനിറങ്ങുന്നത്. OR കേളുവാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി. മുൻ തിരുനെല്ലി പഞ്ചായത്ത് പ്രസിഡന്റും മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമാണ് OR കേളു. ജയലക്ഷ്മി കഴിഞ്ഞ 5 വർഷം മാനന്തവാടിയെ സംബന്ധിച്ച് 0 ആണ്, മണ്ഡലത്തെ സംബന്ധിച്ച് 0 ആണ്. ഒരു പ്രശ്നത്തിനും പരിഹാരം കണ്ടിട്ടില്ല. ഒരു മന്ത്രി എന്ന നിലക്ക് തികഞ്ഞ പരാജയമാണ്. MLA എന്ന നിലക്ക് അദ്ദേഹത്തിന് ഇനീഷ്യേറ്റീവ് എടുക്കാനും കഴിയുന്നില്ല. ഇപ്പോൾ കോടിക്കണക്കിന് രൂപ ചിലവാക്കി എന്നുള്ള ഫേസ്ബുക്ക് വാർത്തയൊക്കെ ഉണ്ട്. 500-600 കോടി ചിലവാക്കി എന്നൊക്കെയാണ് അവർ പറയുന്നത്. എവിടെ, എന്തിന്, എങ്ങനെ ഇപ്പോഴും വ്യക്തമല്ല. ആകെ 2,15,904 വോട്ടർമാരാണ് മാനന്തവാടി മണ്ഡലത്തിൽ ഉള്ളത്. ഇതിൽ 1,05,911 പേർ പുരുഷന്മാരും 1,09,993 പേർ സ്ത്രീകളുമാണ്. വലിയ അട്ടിമറി പ്രതീക്ഷയൊന്നും വേണ്ടാത്ത മണ്ഡലമാണ് മാനന്തവാടി. മന്ത്രി എന്ന നിലയ്ക്കുള്ള ജയലക്ഷ്മിയുടെ പ്രവർത്തനവും ഇവിടെ വിലയിരുത്തപ്പെടുന്നു. താമരശ്ശേരി ചുരം കയറി ചെല്ലുമ്പോൾ വയനാട്ടിലേക്ക് സ്വാഗതം ഓതുന്ന മണ്ഡലമാണ് കൽപ്പറ്റ. തോട്ടം തൊഴിലാളികളും ആദിവാസികളും വിധി നിർണ്ണയിക്കും. കഥ ഇതുവരെ. പ്രകൃതി രമണീയമാണ് കൽപ്പറ്റ മണ്ഡലം. പൂക്കോട് തടാകവും ബാണാസുര സാഗർ ഡാമും കാരാപ്പുഴ ഡാമും സൂചിപ്പാറ വെള്ളച്ചാട്ടവും ചെമ്പ്രമലയും എല്ലാം ഈ മണ്ഡലത്തിൽ ഉൾപ്പെടും. മാറി മാറി വന്ന സർക്കാരുകൾ മണ്ഡലത്തിലെ ഭൂരിപക്ഷം വരുന്ന തോട്ടം തൊഴിലാളികളുടെ പ്രശ്നത്തിൽ ഇടപെട്ടിട്ടില്ലെന്ന് പരാതിയുണ്ട്. ഇതുവരെ 11 ജനപ്രതിനിധികൾ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു. B. വെല്ലിംഗ്ടൺ, സിറിയക് ജോൺ, ഡോക്ടർ KG അടിയോടി, M. കമലം, MP വീരേന്ദ്രകുമാർ, KK രാമചന്ദ്രൻ മാസ്റ്റർ എന്നിവരൊക്കെ ഇവിടെ നിന്നുള്ള ജനപ്രതിനിധികളായിരുന്നു. കൽപ്പറ്റ മണ്ഡലത്തിൽ നേരത്തെ വൈത്തിരി ഗ്രാമപഞ്ചായത്ത് മാത്രമേ ഇടതുമുന്നണിയുടെ പക്കൽ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ നിന്നാണ് 8 പഞ്ചായത്തുകൾ പിടിച്ചടക്കിക്കൊണ്ട് ഇടതുമുന്നണി ജൈത്രയാത്ര നടത്തിയത്. കൽപ്പറ്റ നിയമസഭാ മണ്ഡലത്തിൽ 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ MI ഷാനവാസിന് കിട്ടിയത് 24,049 വോട്ടുകളുടെ ഭൂരിപക്ഷം. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ MV ശ്രേയാംസ് കുമാറിന്റെ ഭൂരിപക്ഷം 18,169 കുറഞ്ഞു. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഷാനവാസിന്റെ ഭൂരിപക്ഷം 1,880 കുറഞ്ഞു. 2015 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വെറും 1,461 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണ് UDFന് കിട്ടിയത്. മണ്ഡലത്തിലെ 10 ഗ്രാമപഞ്ചായത്തുകളിൽ 8ലും ഭരണം LDFനാണ്. കൽപ്പറ്റ നഗരസഭ നേരിയ വോട്ടുകൾക്കാണ് UDF പിടിച്ചത്. കൽപ്പറ്റയിൽ നിന്ന് ജയിച്ചുപോയ 3 പേർ സംസ്ഥാനത്ത് മന്ത്രിമാരായിരുന്നിട്ടും കൽപ്പറ്റയുടെ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കപ്പെട്ടിട്ടില്ല. അത് പഴയ കഥ. ഇനി ഇപ്പോഴത്തെ മത്സരചിത്രം കളിക്കണം.
JDUവിൻ്റെ MP ശ്രേയംസ് കുമാർ തന്നെയാണ് വീണ്ടും കൽപ്പറ്റയിൽ ജനവിധി തേടുന്നത്. JDU ഇടയ്ക്ക് ഇടതുമുന്നണിയിലേക്ക് ചായുമെന്ന് കേട്ടിരുന്നെങ്കിലും ശ്രേയംസിന് അതിനോട് യോജിപ്പുണ്ടായിരുന്നില്ല. വയനാട്ടിലെ ജനകീയ നേതാവായ CPMൻ്റെ ജില്ലാ സെക്രട്ടറി CK ശശീന്ദ്രൻ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി എത്തിയതോടെ ഇവിടെ മത്സരത്തിൻ്റെ സ്വഭാവം തന്നെ മാറിയിരിക്കുന്നു. സർക്കാർ മേഖലയിൽ അനുവദിച്ച ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് എങ്ങും എത്താതെ കിടക്കുന്നു. മെഡിക്കൽ കോളേജിന് ആവശ്യമായ 50 ഏക്കർ ഭൂമി ചന്ദ്രപ്രഭ ചാരിറ്റബിൾ ട്രസ്റ്റാണ് സർക്കാരിന് നൽകുന്നത്. സംസ്ഥാനത്ത് വയനാടിനോടൊപ്പം പ്രഖ്യാപിച്ച മറ്റു മെഡിക്കൽ കോളേജുകൾ പ്രവർത്തനം ആരംഭിച്ചു. എന്നാൽ വൻ വികസനമാണ് താൻ മണ്ഡലത്തിൽ നടത്തിയതെന്ന് MP ശ്രേയാംസ് കുമാർ അവകാശപ്പെടുന്നുണ്ട്. CPM ജില്ലാ സെക്രട്ടറി CK ശശീന്ദ്രനാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി. ചെരുപ്പ് പോലും ധരിക്കാത്ത ശശീന്ദ്രൻ തികച്ചും ജനകീയൻ എന്ന നിലയിലാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ശശീന്ദ്രനെ വൻ ഭൂരിപക്ഷത്തിന് വിജയിപ്പിക്കും എന്ന് ഇടതുമുന്നണി തറപ്പിച്ചു പറയുന്നു. MP ശ്രേയാംസ് കുമാർ തന്നെയാണ് UDF സ്ഥാനാർത്ഥി. സിറ്റിംഗ് സീറ്റിൽ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുക എന്നതാണ് ശ്രേയാംസ് കുമാറിന്റെ ലക്ഷ്യം. BJP മുൻ ജില്ലാ പ്രസിഡന്റ് K സദാനന്ദനും മത്സരരംഗത്തുണ്ട്. ഒരു കാലഘട്ടത്തിലും ഇല്ലാത്ത വിധത്തിലാണ് കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ വയനാട് ജില്ലയിലെ 3 നിയോജക മണ്ഡലങ്ങളിലും നടപ്പിലാക്കുന്നതിന് വേണ്ടി സാധിച്ചു. ഈ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരുന്ന കാര്യത്തിൽ വയനാട്ടിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 3 MLAമാരും അവരുടെ കടമ 100% പൂർത്തീകരിക്കപ്പെട്ടു. വയനാട്ടിലെ ജനങ്ങൾക്ക് ഐക്യ ജനാധിപത്യ മുന്നണിയെ ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. കാരണം വയനാടിൻ്റെ ചിരകാല അഭിലാഷമായ വയനാട്ടിലെ മുഴുവൻ ജനങ്ങളും ആഗ്രഹിക്കുന്ന വയനാട് മെഡിക്കൽ കോളേജ്, ആ മെഡിക്കൽ കോളേജ് അനുവദിച്ചത് ഐക്യ ജനാധിപത്യ മുന്നണിയാണ്. അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് യാഥാർത്ഥ്യമാക്കുക എന്നുള്ളത് വയനാട്ടുകാരുടെ ആഗ്രഹമാണ്. അത് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി തീർച്ചയായും വയനാട്ടിലെ മുഴുവൻ ജനങ്ങളും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വോട്ട് ചെയ്യും. ഏതായാലും കൽപ്പറ്റയിൽ ഇത്തവണ കടുത്ത മത്സരമാണ് നടക്കുന്നത്. CK ശശീന്ദ്രൻ എന്ന ജനകീയനായ CPM നേതാവിൻ്റെ സാന്നിധ്യം മത്സരത്തെ പ്രവചനാതീതമാക്കുകയും ചെയ്യുന്നു.